നീ ഇവിടെ പട്ടിണിയാ? അവന്റെ തീറ്റ കണ്ടാ പിന്നെ ആ കോഴി മുട്ട ഇടൂല്ലോ ഒരിക്കലും. അച്ഛൻ കഴിക്കുന്നില്ലേ? അച്ഛൻ പച്ചവെള്ളം കുടിച്ചോളാം മോനെ. മോൻ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അല്ലാതെ ഇന്ന് ബൈസൺ അടിച്ചു. ബൈസനായിട്ട് എന്താ പ്രശ്നം? മാമാത ഈ കുഴക്കട്ടാണ്ട് ഇതുകൊണ്ട് ബൈസും. എന്റെ പൈസക്ക് ആ പൈസക്ക്. അച്ഛാ, ആ മുട്ടക്കറി ഞാൻ മുട്ടക്കറി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. അതിനകത്തൊരു ഒറ്റ മുട്ടയില്ല, അറിയോ? എന്തോ മുട്ട സമ്മേളനോ വിഴുങ്ങുന്നു. അച്ഛൻ എന്തിനും ഒരു സൊസൈറ്റിയിലെ പാല് വേണ്ട, ഭയങ്കര കൊഴുപ്പ്. ഭയങ്കര കഴപ്പ് തന്നെ. മാമ ഇതൊന്ന് നോക്കിയേ, ഇതിലൂടെ കയറേണ്ട മാംസമാണ് ഈ മാംസം പിണ്ടം ഒറ്റയ്ക്ക് കയറ്റുന്നത്. ഇപ്പൊ നാട്ടുകാരെ കണ്ടി ഇത് മാംസവും ഞാൻ പിണ്ടവും. ഇവനെയും കൂടെ ജിമ്മി വിടു. ഈ കാട്ടുപോത്തിന് തന്നെ മാസം 25,000. ഇനി കടാവിനെയും കൂടെ വിട്ടാൽ ലോൺ എടുക്കേണ്ടി വരും. അച്ഛൻ ട്രെയിനർ പറഞ്ഞ് 10,000 രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രോട്ടീൻ പൊടി തരാമെന്ന്. 10,000 രൂപയുടെ പ്രോട്ടീൻ പൊടി എന്നിട്ട് ഇയാൾ ഹൾക്കായിട്ട് അഭിനയിക്കാൻ പോന്നാ? ഒരു ജിമ്മിൽ ആശാ മതി ഒരു കുടുംബത്തിലെ സ്വത്തൊക്കെ നശിപ്പിക്കാൻ. മോനെ, അച്ഛന്റെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 15,000 രൂപ 1000 പിടിച്ചിട്ട്. അപ്പൊ മോന് പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞ അത്രയ്ക്ക് അതമ്പതിച്ചെന്ന് PT കരുണാകരൻ. എനിക്ക് രാത്രി ഒരു 15 മുട്ട കൂടെ വേണ്ടി വരും. ആ കോഴിയുടെ പിന്നാമ്പറയിലൊന്ന് മാനിക്കടാ. നിങ്ങൾക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണ് എന്നെ ഒരു പെണ്ണ് കെട്ടിക്ക്. ആ മുട്ടക്കറിയിലെ ഉള്ളിയും പോയി. അപ്പോഴോ കപ്പിളായിട്ട് കയറുവാണെങ്കിൽ ഓഫർ ഉണ്ട്. അച്ഛന് കുറച്ച് പൈസ ലാഭിക്കാൻ ജിമ്മില്. 15 മുട്ടയല്ലേ തരാം. അച്ഛൻ ചെറിയ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു കുടുംബം വലിഞ്ഞു മുറുകിയ ഒച്ചയാ കേട്ടത്. എനിക്ക് എങ്ങനെയാലും ഫെബ്രുവരി തീരല്ലേ എന്നാ. എനിക്കും ഹഗ് ഡേ, കിസ് ഡേ, കുറച്ച് ഡേയ്സും കൂടെ വേണമായിരുന്നില്ലേ? നിന്റെയൊക്കെ തരിപ്പ് കാരണമാണ് ഫെബ്രുവരിയിൽ 2 ദിവസം കുറച്ചിട്ടേക്കുന്നത്. ഓ ദേടാ, സങ്കടപ്പെട്ട് തമാശയൊക്കെ പറയുന്നടാ. ചോക്ലേറ്റ് ഡേക്ക് ഞാൻ 2,500 രൂപയുടെ ചോക്ലേറ്റാ വാങ്ങിക്കൊടുത്തു. നീ നിന്റെ പെങ്ങടെ കൊച്ചിന് ഒരു ഇഞ്ചി മുട്ടായെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടോടാ, ഈ ഇഞ്ചി മണിയെ. അതിന്റെ സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നീ സിംഗിൾ ആണ്. ഓ, എനിക്ക് ആ അസുഖം വേണ്ട. അല്ല, ഇവളുമാരൊക്കെ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തോന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. സ്പെഷ്യൽ ക്ലാസ് പുതുമയുണ്ട്. അവിടോ? അവക്ക് സീനൊന്നുമില്ല, അവളിറങ്ങും. ഓ ചോക്ലേറ്റ് മൊയിലാളിയോ? മീനാക്ഷി വീട്ടിൽ കല്യാണം എന്ന് പറഞ്ഞ് പർദ്ദ ഇട്ടു. ഓ, അതിന്റെ ഇടയിൽ കൂടെ മതസൗഹാർദ്ദം അങ്ങ് തിരുവി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ചെല്ല്, കിട്ടും. ദുബായിൽ ഇരിക്കില്ലേ 2 എണ്ണം. ശരിയാക്കി തരാടി അറബിച്ചി. മീനാക്ഷിക്ക് പർദ്ദ നല്ലോണം ചേരുന്നുണ്ട്. ഹലോ, മീനാക്ഷിയുടെ അച്ഛനല്ലേ? അച്ഛൻ, ഞാൻ സന്ധ്യ. മീനാക്ഷി ഇന്ന് കോളേജിൽ വന്നില്ലല്ലോ. ടീച്ചറോ? ഞങ്ങളുടെ കോളേജിലെ ടീച്ചർമാരെല്ലാം കല്യാണം കഴിഞ്ഞ് 2 പെറ്റ്. അയ്യോ അച്ഛ, അവള് വാലന്റൈൻസ് ഡേക്ക് കാമുകനുമായിട്ട് കറങ്ങാൻ പോകുന്നു പറഞ്ഞായിരുന്നേ, മറന്നുപോയി. അയ്യോ അച്ഛൻ, അച്ഛ ഒരു മിനിറ്റ്. ഹലോ, ചോപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. നീ എന്തിനാ കറുപ്പിട്ടോണ്ട് വന്ന ആരെയും ചത്താ? നീ അടുത്തുള്ളപ്പോഴോ? ഇല്ല. അവരെ അവിടെ നിന്ന് മാറ്റണം. വെള്ളത്തിലിട്ട അതൊന്നും വേണ്ട, സദാചാരം കളിച്ചാ. നിങ്ങളിലേക്ക് എനിക്ക് അറിഞ്ഞൂടാ. അമ്മേനെ പഠിപ്പിച്ചു. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാ മതി. കുപ്പി സെറ്റ് ഇറക്കിത്തരും. ചുമക്കാൻ വേണ്ടി വലിക്കുന്ന പെങ്ങളാ തന്റെ നിന്റെ കാമുകിയോ? 2 മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളെവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ. നീ എന്നെ കാണാത്ത എന്റെ കുഴപ്പോ? ഇവിടുത്തെ തറവാടുകളൊക്കെ ഉള്ള താനേ തറവാട്ടി ഉള്ളത്? വഴിയോരം തട്ടുകടയാ? തട്ടുകളുടെ ബാക്കിൽ ഒരു തറവാടുണ്ട്, അവിടെ ഉള്ള ഗുണ്ടയാണ് പോലും. കളിപ്പിക്കോ? എന്തുവാ രണ്ടിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? വാലന്റൈൻ ഡേ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വല്ലവന്റെ ഡേക്കെന്താ നീയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്? ബർത്ത്ഡേ ആണെങ്കിൽ ഓക്കെ. ഇയാൾക്ക് എന്തിന്റെ കുരു? നിനക്ക് ഭയങ്കര അഹങ്കാരമാണല്ലോടി. അനീക്കടി ഇല്ല. നീ എന്തിനാ നീ ഞാനിക്കൂല. ഒരു 10 സെക്കൻഡ് കൂടെ ഞാൻ തരും. ആ സമയത്തിനുള്ളിൽ ഇവിടുന്ന് ഡായും ടീയും മമ്മിയൊക്കെ പോകണം. പോയില്ലെങ്കിൽ ഇവിടെ മൂത്രം ഒഴിഞ്ഞാൻ വെക്കും. Disgusting. I know he will do it. ആണോ ചിന്നു? ഓ, ഉണ്ണാക്കാൻ പല്ലും കടിച്ചോണ്ടിരിക്കുക. നീ ഇവിടെ ഞാൻ പോവാ. ഇനി ഒഴിച്ചോട്ടാ. നമ്മളൊന്നും ഇവിടെ അങ്ങനെ ചുമ്മാ നിൽക്കുമ്പോ നീ ഒന്ന് പ്രേമിക്കണ്ടാ. ഒരുത്തനോടുണ്ട്. ആരാ? എന്നാ വേണം? ഞാനാ PK. PKയോ? അത് അമീർ ഖാന്റെ ഒരു പടമില്ലയോ? പുലിമൂട്ടി കണ്ണനെന്ന്. ദിവാകരന്റെ മോൻ. ഓ, അപ്പൊ ഇതാര്?
ഇത് കേക്ക്. ആ കേക്കാൻ പറ. അമ്മാവ ഇത് കേക്ക്. കുളത്തുപ്പുഴ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി അമ്മാവ സംഗീതത്തിന്റെ പിറകെ പോയേന്. ആ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാണ് സംഗീതയുടെ പുറകെ പോയ? പ്രശ്നമാവൂലേ? സംഗീതമല്ല അമ്മാവ്, സംഗീതം. ഞങ്ങൾ റാപ്പ് പാടുമ്പോ അവർ ഞങ്ങളെ പുച്ഛിക്കുന്നു, ലജ്ജിക്കുന്നു, തെജിക്കുന്നു. ലജ്ജിക്കുന്നു, കൊഞ്ചിക്കാതെ നിങ്ങളൊരു ആപ്പ് അങ്ങോട്ട് ഇട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാം. എന്നാ നമുക്ക് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള റാപ്പ് പാടി കൊടുക്കും. ഇനി കേരളത്തിലെ എല്ലാ അമ്മമാരുടെ തൊട്ടിലുകളിലും ഈ പാട്ടായിരിക്കും. നിങ്ങളിത് കേക്ക്. അച്ഛൻ വന്ന് നോക്കി, ഞാനും ഒന്ന് നോക്കി, ഞങ്ങളിരുന്ന് കണ്ട്, കൊച്ചു ടി വി കണ്ട്, ദോറാബുച്ചി കണ്ട്, ജാക്കി ചാനെ കണ്ട്, ഹീമനെ കണ്ട്, ബേക്കൽ കോട്ടയിലെ ശക്തി എന്റെ ഉള്ളിലേക്ക് കയറി വാ, കയറി വാ, കയറി വാ. ഇതാർക്ക് വേണ്ടി ഇറക്കിയാന്നാ പറഞ്ഞേ? കേരളത്തിലെ കൊച്ചു പിള്ളേർക്ക് വേണ്ടി. കേരളത്തിലെ പിള്ളേർ ഇത് കേട്ടാ മോന്തയ്ക്ക് പെടുത്ത് വെക്കും. നിന്റെയൊക്കെ കൂട്ടത്തിലുള്ളവരത്തല്ലേ ആ പങ്കജാക്ഷി റാപ്പ് ഇറക്കിയത്? അവനെ പിന്നെ പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല. പിടിയിട്ട് കാണത്തില്ല നാട്ടുകാർക്ക്. അമ്മാതിരി അവരാധവൻ പടച്ചു വെച്ചേക്കുന്നത്. ഐ തിങ്ക് അമ്മാവിന് കിഡ്സ് സെക്ഷൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അമ്മാവ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ കാമുക്ക് മിൻമിനി എന്റെ ചിമ്മിനിയാക്കിയിട്ട് ഒരു മന്മഥനോടൊപ്പം പോയി. കഷ്ടമായി പോയി. അന്നേരം ഞാൻ എഴുതിയ ട്രാക്കാ. വിരഹഗാനമായിരിക്കും. പാടിക്കോ. ആഴലിന്റെ ആഴങ്ങളിൽ പോണം. പാട് പാട്. ഓക്കേ, വീണ്ടും പീക്കേ എന്നും കേക്കേ. നിങ്ങൾ ഇത് കേക്കേ. അച്ഛന് അമ്മയുണ്ട്, പെങ്ങക്കാളിയനുണ്ട്, എനിക്കാണ് ആരുമില്ല. ഐ ആം അലോൺ. മന്തിക്ക് മയണൈസ് ഉണ്ട്, ബ്രെഡിന് ജാമുമുണ്ട്, എനിക്കാണ് ആരുമില്ല. വീണ്ടും അലോൺ. കോളേജിൽ മിൻമിനി വന്നു, ചിമ്മിനി ആക്കിട്ട് പോയി, മന്മഥൻ കൂടെ പോയി. വീണ്ടും അലോൺ. കയ്യിലെ കാശും പോയി, ബാങ്കിലെ ലോണുമായി, മൊത്തത്തിൽ 3G ആയി. വീണ്ടും അലോൺ. എങ്ങനെയുണ്ടെങ്കിൽ ഈ ട്രാക്ക്? നിന്നെയൊക്കെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട് അടിക്കണം. ഇമാതിരി ട്രാക്ക് ഇറക്കിയതിന് കലാകാരന്മാർക്ക് വളരണ്ടേ? നീയൊക്കെ എന്തേലുമൊക്കെ വാർന്ന് സംസാരിച്ചിട്ട് സംഗീതമാണെന്ന് പോലും. നിനക്കൊന്നും ഇവിടെ അഭയമില്ല. പോ. നിന്റെയൊക്കെ ട്രാക്ക് വല്ല റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട് എത്ര നീ നോക്കണ. പോടെ. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ച്. അത് ശരിയാ. കൂട്ടുകാരെന്തുവാ പറഞ്ഞു വരുന്നേ? അല്ലിങ്ങനെ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാര് പറയണം എന്ത്? ഞാൻ പുണ്യം ചെയ്തവനാണ്. അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവൾ എന്നെ മോനെയും തിരിച്ചു വിളിക്കണം. നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തേലും ഇട്ടട്ടെ വിളിക്കൂ. ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം. കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂലേ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോ. അല്ല, എന്താണ് ജോലി? സ്റ്റോപ്പ്. ജോലിക്ക് പോയിട്ട് വരുമ്പോ അവൾ എന്നെ കാണുമ്പോ ഓടി വരണം. എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ച് കെട്ടറാ. അതാകുമ്പോ ഓടി വരെയും ചെയ്യും, രണ്ട് നക്കുകയും ചെയ്യും, വേണേ ദേഹത്തൊന്ന് മുള്ളിയും തരും. ഞാൻ കെട്ടുന്ന പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേലും അവളെനിക്ക് സുന്ദരിയായിരിക്കും. മാപ്പിളപ്പാട്ടും കേട്ടിരിക്കുക പുയ്യാപ്പിള ദുരന്തം. ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ ഇങ്ങനെ ഇമ്മ വെട്ടാതെ നോക്കിയിരിക്കണം. കോങ്കണ്ണുണ്ടോടാ നിനക്ക്? ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ പ്രേമമില്ലാത്ത പെണ്ണുങ്ങളെ കിട്ടാൻ ഭയങ്കര പാടല്ലടാ. അതിപ്പോ നമുക്കില്ലെന്നും പറഞ്ഞു. സംഭവം നമ്മൾ 10 പെണ്ണുങ്ങളെ നോക്കി ഒരെണ്ണം വളഞ്ഞാലായി. അവളുമാര് 10 എണ്ണത്തിന് നോക്കിയാൽ 10 എണ്ണം വളയും. ഇമ്മ വെട്ടിയില്ലേ ഇതുവരെ? ദേ നമ്മുടെ ഭാര്യമാരുടെ സങ്കല്പം നോക്കി. ഭാര്യയായിരിക്കും. If you were to marry, how much would you expect your husband to earn on a monthly basis? 5 lakhs per month. മാസം 5 ലക്ഷം എന്നല്ലേ എന്റെ ഭാര്യ പറഞ്ഞത്? സമാധാനമായി. അപ്പൊ പെണ്ണ് കിട്ടത്തില്ല. എന്റെ വാപ്പ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. ജെട്ടി പണയം വെച്ച് അതിന് ചേർന്നെന്നാ കേട്ടെ. അപ്പൊ നമ്മുടെ സങ്കല്പമൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇമ്മ കംപ്ലീറ്റ് വെട്ടി. എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ വിഷമാവോ? ഇനി എന്റെ ഭാര്യ പോകുന്നിടത്തുമില്ലാന്നറിയ കണ്ട. എന്തിനാട്ടോ കുഞ്ചാക്കോവന്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത്? ലാസ്റ്റ് വാണിങ്, കുഞ്ചാക്കോ പോകുമ്പോ പോയിന്ന് പറഞ്ഞേക്ക്. ചാക്കോച്ച ചായ കുടിച്ചിട്ട് പോവാ. നാറയ്ക്ക് കലക്കി കൊറ. പിന്നെ 50 കോടിയുടെ ബിസിനസ് ഡീലല്ലേ ഞാൻ അവിടെ നടത്തിയത്? സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി. എനിക്കൊന്നും അറിയില്ല. ദേ കൊച്ചു വഴിയെടുത്തും വലിയ വഴിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ 31ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് 2ന്റെ കോഴിത്തരം വിളമ്പുന്നത്. അത് 28 ആരുടെയാണ് ചോദിച്ചു? എന്റെ ഒന്നുമില്ലല്ലോ ഈ 2 എണ്ണത്തിന്റെ തന്തയല്ലേ നിങ്ങള്? അങ്ങനൊക്കെ ചോദിച്ചു.
അല്ലേ? അയ്യോ ആണ്. ചേട്ടാ എന്റേത് പ്രായത്തിന് ഞരമ്പാന്ന് പറയാം, അയഗ്രി. പക്ഷെ ഇതൊന്നും ഞരമ്പ് പൊട്ടി കിടക്കുന്ന അസുഖമാണ് മോനെ, വെരിക്കോസ്. ചികിത്സ പറഞ്ഞു തരട്ടെ? ഒരു നല്ല ഈർക്കിൽ അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ എന്റെ വാവല്ലാണ്ട് വരുന്നു. നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി. അയ്യോ, കേരളത്തിൽ ഇത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട. ഇനി അച്ഛൻ പെമ്പിള്ളാരുടെ പിറകെ പോവൂല. ആന്റിമാരുടെ പൊക്കോട്ടെ. പോവൂല. അതെനിക്ക് ബാധകമാണോ? ഞാൻ ചോദിച്ചോ പറല്ല. എന്തായാലും ഇത്ര ഓവറല്ല. ഹലോ, ആ ഞരമ്പിന്റെ മോൻ തന്നെ. കുടുംബശ്രീയിലെ 12 പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ. പുള്ളി അവിടെ അടുത്തുണ്ട്. അല്ല സാർ, നോക്കിയൊക്കെ എങ്ങനെയാ സാർ പീഡിപ്പിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലകുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത്. നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയാടിയാലുള്ള അവസ്ഥ. എന്തായാലും ആ മഹാനെ ഒരുക്കി നിർത്തിയരാ. നമ്മള് വെള്ളി വിലങ്ങുമായിട്ട് വൈകിട്ട് അങ്ങോട്ട് വരാം സാർ. വെള്ളി വിലങ്ങുന്നു. ഇല്ല, സ്വർണ്ണ വിലങ്ങ് വെച്ച് തരും. ഗംഗാധരൻ കാമനോട്ടം, ആ കാമനോട്ടം. പോടാ തൊട്ടി ചാടി. ഇത്ര ആള് നാട്ടുകാർ കയറി ഇറങ്ങായിരുന്നു, ഇപ്പൊ പോലീസുകാരായി. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പെണ്ണ് സല്ലേട്ടാ. എനിക്ക് മുന്നേ അച്ഛനത് നേടി. കൺഗ്രാറ്റ്സ് ഡാഡ്. താങ്ക് യു. അപ്പൊ പ്ലേയങ്ങൾ ഒരുങ്ങിയിരുന്നോ? വന്ന് ഹോൺ അടിക്കുമ്പോ പൊക്കോ. ഇല്ലറ ഞാനെന്തൊന്നുമല്ല കാണിച്ചു വെച്ചേ. ശൈലജ, ഞാനിന്ന് ഉച്ചക്ക് വന്നോട്ടെ. വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ വണ്ടി വരും. ഒന്ന് മനസ്സിലാക്കി ശൈലജ, നീ അവസ്ഥ ഉണ്ടല്ലേ. അതെ, വാഷിംഗ് മെഷീനിൽ തുണിയും ഇട്ടു, പാത്രവും കഴുകി വെച്ചു. താങ്ക്സ്. എന്നാ ഞാനൊന്ന് പുറത്തോട്ട് പോയിക്കോട്ടെ, അവന്മാരെ ഇടന്ന് വിളിക്കുന്നു. വേണ്ട, ഞാൻ എത്ര നാളായി അവന്മാരായിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട്. നിനക്ക് ഞാനാണോ വലുത് അതോ അവന്മാരാണോ വലുത്? നീ എന്നാ പോണ്ട. പോണ്ട. വേണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈം ഫ്ലാറ്റിൽ തന്നെ. എവിടെ കുഞ്ഞിപ്പങ്ങൾ? അവിടെ പെങ്ങളെ. ആ കല്യാണത്തിന്റെ അന്ന് മുങ്ങിയതാ രണ്ടും കൂടെ. 27 മണിക്കൂർ ഫ്ലാറ്റിൽ തന്നെ അങ്ങ്. പെങ്ങളെ, നമുക്കറിയാം കല്യാണം കഴിഞ്ഞവന് നമ്മളോട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. സാധാരണ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വരുമ്പോ ക്യാരറ്റ് ഹൽവയാണ് കഴിക്കാൻ കൊടുക്കാറ്. ക്യാരറ്റ് ഹൽവയാ, മട്ടനാ, ചിക്കനാ, എന്താന്ന് വെച്ചാ ആവട്ടെ. ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ്. അയ്യോ, എന്തേ കച്ചവടം തുടങ്ങി. നീ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ടോ. ചെല്ലേ. പെങ്ങൾ അവിടെ നില്ല്, പറയട്ടെ. നിനക്ക് ഓർമ്മയില്ലേ അളിയാ? ഓർമ്മയില്ല. കല്യാണത്തിന് ഇവിടെ കൂട്ടുകാരി ജാൻസി വന്നപ്പോഴത്തേക്ക് നീ പറഞ്ഞ് ജസ്റ്റ് മിസ് ഇല്ല, അതിനെ നോക്കിയാ മതിയായിരുന്നു. എന്നെ വിറ്റായിരുന്നടാ അത്. ഭയങ്കര വിറ്റായിരുന്നത്. അല്ല, നിങ്ങളാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ? അവനോ പെട്ട്. ഇനി നമ്മളും കൂടെ പെടണമെന്നാണോ കുഞ്ഞി പെങ്ങള് പറയുന്നേ? അടുത്ത വിറ്റ്. ആ പിന്നെ കഴിവുള്ളവനാട്ടോ. എന്നെ ത്രികോണത്തിൽ പുകവിടാൻ പഠിപ്പിച്ച ആശാനെ ഇരിക്കുന്നേ. Hey, wait. Who gave you first puff? You Das. Who gave you first peg? Das. You. Who gave you first girl? You Das. You always. What did he say? Nothing dear. നീ പോയി അമ്മർക്കത്തിൽ വെള്ളം എടുത്ത് കലക്കി കൊടുത്ത് കൊല്ലേ. ചെല്ലേ. അളിയ എന്താടാ നിങ്ങൾ തമ്മിൽ സെറ്റല്ലേ? ലൗകിക ജീവിതത്തിൽ എന്തെങ്കിലും തകരാറില്ല? ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. എന്തിന്? അല്ല, എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്, അതെ നമ്പർ തരാന്ന്. അല്ല, കുഞ്ഞിക്കാലൊന്നും കണ്ടില്ല. എടാ 2 ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട്. ഓ ഐ ഫോർഗോട്ട് ഇറ്റ്. സോറി. ചായ മതി എന്ന് പറയാളിയ. എന്താ 10 വരെ ഞാനുണ്ട്. സാറ്റ് കളിക്കാനാണോ? അതിനു മുമ്പ് ഈ അലവലാദികളെ എന്റെ ഫ്ലാറ്റിൽ ഇറക്കി വിട്ടോണോ? എടി, അതെന്റെ ഫ്രണ്ട്സാ. ഇതാണോ ഫ്രണ്ട്സ്? ഇവന്മാര് വാ തുറക്കുന്നത് തിന്നാനും ആവാസം പറയാനോ തെണ്ടികള്. ഇതെന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലേ. എടി, കുറച്ച് കഴിയുമ്പോ അവന്മാർ ഇറങ്ങി പൊക്കോളും. പറ്റത്തില്ല. നീ പറഞ്ഞു വിടുന്ന അതോ ഞാൻ ഇറക്കി വിടണോ? ഞാൻ പറഞ്ഞു വിട്ടോളാം. അളിയ, അവൾക്ക് ചെറിയൊരു തലവേദന. ദാസെല്ലാം കേട്ടു. നന്ദിയുണ്ട്. എടി, മോശമായി പോയി. ആ കണക്കായി പോയി. എടി, എനിക്കറിയാം അവന്മാര് തെണ്ടികളാണ്, ചെറ്റകളാണ്, വൃത്തിയേട്ടവന്മാരാണെന്ന്. ആ അങ്ങനത്തെ ഫ്രണ്ട്സിനെ നിനക്ക് വേണ്ട. ഓ, ഇനി ആ വൃത്തിയേട്ടവനൊക്കെ ഞാൻ ഫ്ലാറ്റിൽ കേട്ടത്തില്ല. പോരെ. ആ ഒന്ന് മൂത്രമൊഴിക്കാൻ കയറിയതാ. പിടിച്ചു നിന്ന് കുറെ പറ്റിയില്ല. ഞാനിവിടെ പെടുക്കരുതായിരുന്നു അല്ലേ? അവന്മാര് ഓടിയില്ലേ? ഇപ്പൊ ചെന്നാലെ കൂടെ പിടിക്കാൻ പറ്റും. പോട്ടെ. 10ാം ക്ലാസ് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? മനോഹരം. അത് കഴിഞ്ഞ് +2 അതിമനോഹരം. പിന്നെ എറണാകുളത്ത് വന്ന് കോളേജിൽ അഡ്മിഷൻ എടുത്തപ്പോഴും അതമ്പതിച്ച്. എല്ലാത്തിനും കാരണം ഈ ഡാഡിലെസ് മോൻ ഒറ്റ ഒരുത്തനാ. എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ച മലയാളത്തിൽ പറയണ. മച്ചാനെ പച്ചക്കാണ്. ഇതെടുത്ത് ഞാൻ അണ്ണാക്കി കേട്ടു പറയണ. ദിനേശെ കളിക്കല്ലേ, വേനിക്കും.
സ്ലാങ് മാറിയെന്നല്ലേ ഉള്ളു, ലാംഗ്വേജ് ഒന്നല്ലേ. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞത്? പോയിട്ട് അടുത്ത വർഷം കാണാന്നറിയാ. ആ സ്പീക്കറിൽ നിന്നാടാ. അല്ല, എറണാകുളത്തോട്ട് കെട്ടുപൊട്ടിച്ചങ്ങ് പറക്കാം. എന്ത് രാത്രി നമ്മൾ മറൈൻ പോയി ചായ കുടിച്ചിരിക്കാറില്ലേ? അവിടെ പോയി കൊതുകടികളുടെ പേര് അച്ചില്ലേ? വേറെ സാധനമുണ്ട്, ലുലുമാളി 5 പൈസ കറങ്ങിട്ട് പറയാ വൈബെന്ന്. ഇത് കണ്ടു കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുക്കും. ആഹാ, എറണാകുളത്തെ ഗേൾസിനെ പറ്റി പറയടാ. പക്ഷെ പട്ടിണിയല്ലേ? ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഈ മല പോലിരിക്കുന്ന മനുഷ്യൻ ബ്രെഡും തൈരും കൂട്ടി തിന്നുന്നു. അയ്യോ, അത് 4 ദിവസം മുമ്പ് വാങ്ങിച്ചു വെച്ച പാലാണ്. തൈര് എടാ, ഇതുപോലത്തെ ഒരു ഫോട്ടോ പറഞ്ഞ നമ്മുടെ സയൻസ് ബുക്കിൽ കണ്ടിട്ടില്ലേ? ആ പൂപ്പ. ശലഭമേ ഒന്ന് വിരിയോ? ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് തരൂ. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോകുന്നു? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്നു. നമ്മുടെ കൊച്ചു വെയിറ്റിംഗ് ആണ്, കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്. ചെല്ലു. രാവിലെ ഉറക്കോ രാത്രി കറക്കോ? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് അറിഞ്ഞൂടാത്ത തന്താണ്. മച്ചാനെ പേപ്പറുണ്ടോ? മനോരമ മാതൃഭൂമി. അജേഷിന്റെ റൂമല്ലേ? അജേഷിന്റെ റൂം അപ്പുറത്തടാ. പോടാ, പുക മാറ്റി നോക്ക്. പോടാ. എന്തായാലും നമ്മളെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. അയ്യോ, സാറ് തഹസിൽദാറല്ലേ? ഏയ്, ജോലിയൊന്നും ആയില്ലെങ്കിൽ നമ്മൾ ഈ സാമാനം ഒന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. യെസ്, വി എക്സിസ്റ്റ്. അജേഷ് പേപ്പർന്ന് വെച്ചപ്പോ മനോരമ. എടാ, നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്? ബാത്റൂമില്. പോടാ. ഓ, നീ പൊളിമൂടല്ല അല്ലേ ബ്രോ? ഇത് മൂഡ് വെഞ്ഞാറ് മൂട്. പോടാ. അജേഷേ, ഇവന്മാര് മൂടല്ലടാ. അപ്പൊ അടുത്ത ആഴ്ചയാണ് പാലാച്ച്. നേരത്തെ അങ്ങ് എത്തണം. നേരത്തെ ഞാനല്ലോ പാലും മേടിച്ചോണ്ട് വരുന്നത്. ഒരു വിറ്റങ്ങ് കാച്ചി. അല്ല, അങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഇളയവ പുറത്തു പോയേക്കുന്നു. ആ, അതാണ്ട് എത്തിയല്ല. ആ, ഇവനെ 2-3 എടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. മുളവരെ ബിവറേജിലാണോ? അല്ല. അപ്പൊ കുണ്ടറ ഷാപ്പിലായിരിക്കും. അയ്യോ അല്ല, ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഞാനായിരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് പുറത്തു പോകാറില്ല. ഓ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ തട്ടുകൊടുക്കുന്നു, കുറച്ച് കഴിയുമ്പോ അഴിച്ചിടും. കറന്റ്ലി ഇപ്പൊ ഇതൊക്കെ തന്നെ ചെയ്യുന്നു. അച്ഛാ, രണ്ടുപേരും സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കാതെ. ഓ, പറച്ചിലേട്ടാ തോന്നുന്നു. സ്റ്റാർ സിംഗർ പാടി സമ്മാനം മേടിച്ച ഫ്ലാറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ല, മൂത്ത മോൻ എന്ത് ചെയ്യും? മൂത്ത മോൻ എന്ത് പണയുന്നില്ലേ? വേണ്ട, ഞാൻ വിളിക്കാം. സോനു, ദേ നിന്റെ കളിപ്പാട്ടോ ഏതോ അങ്കിൾ എടുത്തോണ്ട് പോവാൻ പോന്നിട്ടാ. എന്റെ കളിപ്പാത്തം താതാ. ഇതെന്താ ഇങ്ങനെ? അത് ഇളയവനുണ്ടാവും വൈകിയപ്പം കുറച്ച് അധിക സ്നേഹവും വാത്സല്യം എല്ലാം കൂടി ഇങ്ങോട്ട് കൊടുത്തു. ഇവൻ ജോലിക്കൊന്നും പോകുന്നില്ലേ? ചെറിയ വഴി വലിയ സംസാരിച്ചോ. ഞാനിച്ചാ താങ്കമട്ടെ 4 മാസം ചൂണ്ടമല്ലേ. സോനുവിന്റെ കണ്ണെവിടെ? ദാണ്ടേ. സോനുവിന്റെ മൂക്കെവിടെ? ദാണ്ടേ. സോനുവിന്റെ ചെപ്പ എവിടെന്ന് വെച്ചൊരു ഒറ്റ അടിയാൻ കൊടുക്കാവോ? അതങ്ങനെ സോനു ക്രൈ. സോനു ഗുഡ് ബോയ് ഓർ ബാഡ് ബോയ്? ഗുഡ് ബോയ്. ആ, ഇന്ന് ഇലക്ട്രിക് വണ്ടി ചാർജ് എടുത്തോണ്ട് പോ. നിങ്ങൾ കണ്ടോട്ടെ പന്നി. കൊഞ്ചാതെ പോടാ വണ്ടി എടുത്തോണ്ട്. വീട്ടിങ്ങനെ ഇരിക്കുന്ന ചില്ലറ പരിപാടിയല്ല കേട്ടോ. ഞാൻ രാത്രി ഇങ്ങോട്ട് വരാടാ. ഇവിടെ ഇപ്പൊ അച്ഛനും അനിയനും വരാൻ സമയമായി. ഈ കോലം കൊണ്ട് കുറെ ആള് പോകുന്നു. ഞാനേ ഇവിടെ തീയിട്ടു. ഇത് പോലീസ് സ്റ്റേഷനല്ലേ? അടുത്ത ഒന്നേക്ക ദേവൂടാക്കുമല്ലോ. കുട്ടിക്കളി മാറാത്തവൻ. എടാ, പഠിക്കാൻ ബുദ്ധിയില്ലാത്തോണ്ടും പണിക്കോ മടിയായോണ്ടല്ലടാ നീ വേഷം കിട്ടിയേക്കുന്നത്. ചുമ്മാ എടാ വാച്ചി മോനെ, കൈയ്യടെ ഞാൻ പറയാം. 20 വയസ്സിന് ആണുങ്ങളുടെ ജീവിതം മൊട്ടയായ ടയർ പോലെ ഏത് നിമിഷം വേണേലും പൊട്ടാം. അത് താങ്ങാനുള്ള മനസ്സ് എനിക്ക് ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തെ അറിയാണ്ട് പൊട്ടനാവണം, അതോ അറിഞ്ഞുകൊണ്ട് പൊട്ടനാവണം. അതുകൊണ്ട് ഞാനാടാ അനുഭവിക്കുന്ന പന്നി. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടൊരു കുട്ടി, അത് തിരിച്ചറിയേ. സോനി പോവാഞ്ഞേ. ബീച്ചിൽ പോണോ ബാക്കി പോണോ? ബാക്കി പോവാ. എന്നാ ബീച്ചിൽ പോവാ. അച്ഛൻ വന്നോ? ചാച്ചോ ചാച്ചാ സൂക്ഷിച്ചിരിക്കണേ. അവളെന്നെ ഇട്ടിട്ട് പോയാ ഞാൻ ഈ വെള്ളം അടിച്ച് മരിക്കുമെന്ന് അവള് വിചാരിച്ച. ആദ്യം നീ അടി, ഇനി പറ. സത്യം പറഞ്ഞ വൈഷ്ണവിയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ പാടാ. പക്ഷെ എനിക്ക് അവളെ വേണമെന്നൊന്നുമില്ല. അതുകൂടെ എടുത്തും കൊടുത്തേടാ.
ഇനിയൊന്ന് പറഞ്ഞേ. എനിക്ക് അവളില്ലാതെ പറ്റൂലടാ. ഇതും കൂടെ ഒന്ന് അടിച്ച്. നിനക്കെന്തടാ? അല്ല, അടുത്ത ഏത് കഥാപാത്രം എന്ന് അറിയാനാ. ഐ വാണ്ട് ടു ഡാൻസ്. എനിക്കിതൊന്ന് ആഘോഷിക്കണം. എങ്ങനെ? കരഞ്ഞ് എനിക്കൊന്ന് ഉല്ലസിക്കണം. ഒരു സാധനമുണ്ട്. പറ്റത്തില്ലടാ. എന്നാ കരഞ്ഞു മെഴി. ഞങ്ങളിവിടെ ബഹളം വെക്കും, വേണേ ഡാൻസ് കളിക്കും. ചിലപ്പം പാട്ടും പാടും. അതെ, ഇവിടെ കുടുംബത്തിൽ പറഞ്ഞവരാ താമസിക്കുന്നത്. എന്നാ പിന്നെ നീ എന്താ ഫ്ലാറ്റിൽ താമസിക്കുന്ന? പോയി കുടുംബത്തിൽ മനാഫെ വിളിക്കുന്നോ? എന്തോ പറയാ ബ്രോ? നോട്ട് മനാഫ്, ഇറ്റ്സ് ഇനാഫ്. വിളിച്ചു വരുത്തി കളിയാക്കുന്നോടാ. നീ ഭയങ്കര ഷോ എന്ന്. സ്വന്തം കുടുംബത്തെ കാര്യം നോക്കടാ. എന്നെ പേരിന്താൽ അതിറാ അടുത്തത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ അസോസിയേഷന് കാണിക്കണം. ഷോമി ബാക്ക് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. ഇത് നീ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ. നാളെ വന്ന് ഒന്നും കൂടി എടുത്താലോ കുമു? ഗുമ ഗുമാന്ന് കിട്ടും. ബാബാ വേദന ഉണ്ടോ? ഇല്ല, സൗണ്ടേ ഉള്ളായിരുന്നു. കണ്ണാ ചാടല്ലേ? നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാന്ന്. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതേലും ഒക്കെ ഗ്രഹത്തിലോട്ട്. കണ്ണാ പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. ഓടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ലേ? അങ്ങനെയാണ് എന്റെ അച്ഛൻ ഇച്ചിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാന്ന്. അവസ്ഥ നോക്കണേ. അതെനിക്കും തോന്നാറുണ്ട്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛൻ്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛൻ്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അയാൾ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മൾ കൊടുത്ത 50,000 ശേഖരന്റെ ആണോ? അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ചാവും. അയ്യ, ഒന്ന് പറഞ്ഞ് 2 ഈ ഫ്രൂട്ടി എടുത്തോണ്ട് കായലിൽ ചാടാൻ പോകുന്നതിന് ഞങ്ങളത് മറന്ന്. ആര് മറന്ന്? കുറച്ച് കഴിഞ്ഞ് ഓർക്കാം. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലി ശേഖര എവിടെ ഉള്ളതെന്ന് പറഞ്ഞ്? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുന്ന? അല്ല, പഞ്ചാബി ആണല്ലോ. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള ചെല്ലിപ്പ കണ്ടുപിടിക്കാം. നീ സമ്മാനപ്പെടും. നമുക്ക് ആ പൈസ വേണ്ട. മരിക്കല്ലേ? ഇതെന്തോത്തിന് മുങ്ങിച്ചാമ്പ പൂച്ചാനാ? ഒന്ന് സമ്മാനപ്പെടുത്തടാ. ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് സമ്മാനപ്പെടുത്തും. പോയി ഞാൻ കൂടെ ചാണ്ടി വരും. നീ എന്തെങ്കിലും അറിയാവുന്ന? നീ എങ്ങനെടാ മുങ്ങിച്ചാടി സൂയിസൈഡ് ചെയ്യുന്നത്? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം എലി വെച്ച് അടിച്ചു വെച്ചേക്കുന്നത്. ഓ, ഫ്രൂട്ടിസൈഡ് ആയിരുന്നു. സുജിയേ, കാശാണോ പ്രധാനം? ഒരു കൂട്ടുകാരന്റെ ജീവിതമല്ലേ? ആ, വിളിക്കാം. ഒന്നുമില്ല. മരണം ഒന്നിനൊരു പരിഹാരമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ അതെ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. സുധീറെ, ആ വണ്ടി ഒന്ന് എടുത്തേ. എന്തിന്? ഒരു എമർജൻസി. മേടിക്കാം. അതല്ല, ഹോസ്പിറ്റൽ എമർജൻസി. അല്ല, ഇവനെ രക്ഷിക്കണ്ടേ? നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി അടുത്ത ആളെ രക്ഷിക്കണം. അടുത്തതാ? ഒരു രക്ഷയില്ലട്ടോ.
ഡേറ്റ് കഴിഞ്ഞ് ഞാൻ തോന്നുന്നു. കണ്ണ പരിഹാരം ഒന്നിനും ഒരു ആത്മഹത്യ ഇല്ല കേട്ടോ. അതെ അതെ സത്യമാണ്. വണ്ടി അത് കാണും കാണും. ജീവിതമുള്ളേ കണ്ണ. ഒറ്റ എടുപ്പെടുത്തോടാ. അത് ചെലി പോലും ഇത്ര പെട്ടെന്ന് ചാവൂല. ഡബിൾ ഇൻഡിക്കേറ്റർ എന്തിനാ? ഒന്നുമില്ല, അവനെ അടുത്തും വലുത്ത് പറഞ്ഞൂടാതാ. വെളിയിൽ എന്ത് മഴയടാ? ഈ രാത്രി മഴ പെയ്യുന്ന എന്തുണ്ടെന്നറിയോ? എന്തുകൊണ്ടാ? രാവിലെ പെയ്യാത്തോണ്ട്. ഈ കോമഡി ഒന്നെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണേ, രാവിലെ ചൂടാക്കി ചിരിക്കാം. പിന്നെ ആ കെയർ ടേക്കറിനെ ഒന്ന് വിളിക്കണം. ലിഫ്റ്റിലെ ലൈറ്റ് മൊത്തം ഭയങ്കര മിന്നല്. അതെന്തേലും വോൾട്ടേജിന്റെ പ്രശ്നമായിരിക്കും. ഇതേപോലെ അല്ലെങ്കിലും മഴയുള്ള ഈ KCB-കാർക്ക് പേടിപ്പിക്കല്. ഇത് KCB ഒന്നും അല്ല, പിന്നെ KSF. ഡിമോൺ. ആറമോൻ ഡിമോൺ എന്നുവെച്ചാ അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു മെസ്സേജ് വന്നൊരു മിനിറ്റ് അച്ഛനാന്ന് തോന്നുന്നു. ഡിമോൺ ഈസ് എ സൂപ്പർ നാച്ചുറൽ ബീയിങ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഡെവിൾ. ടു നോ മോർ ക്ലിക്ക് വിക്കിപീഡിയ. 5 മാർക്കും തന്നേക്കുന്നു. എടാ നീ മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പം. ആര് മോനെ എങ്ങനെ? അല്ല, നമ്മൾ ഷെയറിറ്റി ഫ്ലാറ്റ് വാങ്ങിച്ചപ്പം. ഇപ്പൊ കറക്റ്റ്, ബാക്കി പറ. അപ്പുറത്തെ പാട്ടി എന്നെ വിളിച്ച്. ഓ, നമ്മളെ കൂട്ടാതെ പാർട്ടിക്കൊക്കെ പോയി. എടാ, അപ്പുറത്തെ തമിഴത്തെ കിളവിടാ പാട്ടി. അവരൊരു ദിവസം ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കാൻ നേരം അതിൽ ഉരുളക്കിഴങ്ങുകളൊന്നും കാണുന്നില്ല. പിന്നെ രാത്രി മൊത്തം ഒച്ചപ്പാടും ബഹളവും. പാർട്ടിയുടെ കെട്ടിയോ തച്ചിന്റെ ഉരുളക്കിഴങ്ങ് മൊത്തം കഴിച്ചിട്ട് രാത്രി വെച്ച സൗണ്ട് ആയിരിക്കും അതൊക്കെ. നിങ്ങൾ ഇതിങ്ങനെ പൊട്ടാസിക്ക സാക്കല്ലേ. അന്ന് ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോ ബ്രോക്കർ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്തുവാ പറഞ്ഞേ? ഈ ഫ്ലാറ്റില് പ്രേതമുണ്ട്. പേടിച്ചില്ലേ? ഞാനും ഈ ഫ്ലാറ്റിൽ പ്രേതമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുന്നേ? ആ പാട്ടി എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇത് കേറിയ ദേഹത്ത് പരിസരം മറന്ന് നമ്മൾ സംസാരിക്കും. എന്തായിട്ടേക്കുന്നേ? സെൻഡ് മീ വിത്തൗട്ട് ഡ്രസ്. ഏതോ ഞരമ്പ് പൊട്ടി മരിച്ച പ്രേതോട്ടാ. ഒരു മിനിറ്റ്. ആര്? സുസ്മിത. എന്താടാ ഈ ഫ്ലാറ്റില് പ്രേതം? ചിക്കാണ്. ചുണ്ണാമ്പ് ചോദിച്ചാ ചുരുട്ടെടുത്ത് കൊടുക്കുന്നതിന്റെ അടുത്താ പറഞ്ഞ. അല്ല, ഈ പ്രേതത്തിന്റെ പേരെന്തുവാ? ജമീല. മൂട് പേര്. നമുക്ക് ഈ ഫ്ലാറ്റ് അങ്ങ് മാറിയാലോ? പേടിച്ചല്ലേ? ഓ, പിന്നെ തള്ളു അതാന്ന് കേട്ടാർക്കും. പിന്നെ ഇയാൾക്ക് വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് പേടിച്ചൊന്നില്ലേ? ഞാൻ പേടിച്ചില്ല. എന്നാ കുരിച്ചിരി. എടാ, പക്ഷെ ഇത് ഉള്ളയാടാ. എന്ത്? ഞാൻ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോ തലേ തോർത്തിട്ട് ഒരു രൂപം പുറത്തുകൂടെ പോന്നതാണ്. അതിന്റെ വാപ്പ ശുക്കൂർ നൈറ്റ് വർക്കിന് ഇറങ്ങും. ഞാൻ പറയാം, വിളിച്ചു വരും. ഓടാവില്ല. റോണി, നീ ഫ്ലാറ്റില് പെണ്ണിനെ കയറ്റിയാലും പറഞ്ഞില്ലല്ലോ. ആ ഫോട്ടോ വെച്ചിട്ട് വന്നില്ല, പിന്നാണ് നേരിട്ട് വരുന്നത്. ഒന്ന് പോടാപ്പ. ജമീല. അച്ഛ ഫോണ് എവിടെ പോയാലും 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി കാണാം. അതല്ല, അച്ഛന് ഫോണെന്ന്. എനിക്കെന്തിനാടാ ഈ ടച്ച് ഫോണ്? എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ. പണ്ടവനെന്റെ മോന്താണമ്മ ചൊറിച്ചിലായിരുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, തന്റെ മോനോടെ തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ഇരി, ഞാൻ വന്നു. എടാ, ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നുള്ളു, അവനെ കാണുന്നില്ല. നോക്കേ. ഇതാരിത്? ആരാത്? അച്ഛനായത്? ഞാൻ കരുതി മൊബൈൽ കണ്ടുപിടിച്ച ആരോ ആന്ന്. കണ്ടതി പിടിച്ച് ഞെക്കിയിട്ട് ഇപ്പൊ എന്തോ വേണം? സതീശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? സതീഷേ, മോനെ സതീഷേ. മോനെ സതീഷേ എന്ന് വിളിച്ചാൽ ഞാൻ കിട്ടൂല. ഇതാണ് വാട്സാപ്പ്. ഈ പച്ചമാങ്ങ ഇതി പിടിച്ച് ഞെക്കിയിട്ട് ഇത് ഞെക്കിയാ മതി. സതീഷ് ഇതിനകത്ത് ഇരിപ്പുണ്ട്, കൊണ്ടുപോ. കാശും ചെലവാക്കി ദുബായ് പറഞ്ഞു വിട്ടാനെ പച്ചമാങ്ങ കയറി ഇരിക്കുന്നു. വൃത്തിയോട് മോനെ. എന്ത്? ഒരു ചുമന്ന ആപ്പിൽ കയറിയപ്പോ വേണ്ടാത്തൊക്കെ പ്ലേ ആയടാ. വേണ്ടാത്തിനകത്ത് കയറി ഞെക്കും. പഴയ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദുബായി പോയാൽ. അവ ഈ ചുമന്ന ആപ്പിളി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചുമന്ന ആപ്പിളി കാണും നിങ്ങളുടെ ആര് പറഞ്ഞു? സതീശൻ പച്ചമാങ്ങ കാണുമെങ്കിൽ ഇവൻ ചുമന്ന ആപ്പിളി കാണുമല്ലോ. അങ്ങനെ ദുബായ് ഫ്രൂട്ട്സ് അടയാ. നിങ്ങൾ ഈ പച്ചമാങ്ങ തോണ്ടിയിരുന്നാ മതി. ആകെ 3 ലക്കമുണ്ട്. ഇതിൽ എവിടെ ഇട്ട് തോണ്ടും ഞാൻ? കണ്ടോ, ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയൊരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരെ കിട്ടും, നോക്കിയൊക്കെ തോണ്ടണം. തോണ്ടാ നീ എന്നെ പഠി. അച്ഛാ, ഈ തണ്ടിനെ ആര് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല, നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വളത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച തൈ മാറിപ്പോയി. അതങ്ങനെ സ്വന്തം നന്നേക്ക് പഠിപ്പിച്ചെന്നില്ലേ കണ്ട തന്തയില്ലാത്തവരെയൊക്കെ വിളിച്ച് പഠിക്കേണ്ടി വരും. എന്നാ പാപ്പിച്ചു കൊടു. ആ കൊടുക്കും.
എടാ എനിക്ക് ബോറടിക്കുന്നടാ. എന്നാ ലൈവ് ഇട്. ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമല്ലേ? 500 ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിച്ചോ. ഹായ് ഫ്രണ്ട്സ്. ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്തു തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത്? ഞാൻ കാട്ടി കയറും. എന്തിനി? കസ്തൂരിമാനെ അറിയാവോ? സൂര്യ ടിവിയില്. സീരിയൽ അല്ലടാ, ഇത് ഒറിജിനൽ മാൻ. അതിനെ വെട്ടി കറി വെച്ച് തിന്നും. അതിലും വെറൈറ്റി ഒരു സാധനമുണ്ട്. സിംഹവാലം കുരങ്ങനെ 5 ദിവസം കുടത്തിലിട്ട് വാറ്റും, എന്നിട്ട് അങ്ങ് കുടിക്കും. അപ്പൊ ഒരു തരിപ്പ് കിട്ടും. അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ. അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോണ്ട്. പോവല്ലേടാ, കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോണ്ടാ. മതിയെണ്ണ. എന്തിരി ചരട്ടി. ഹലോ ഇത് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. പറ സാറേ. കട്ടിലിന്റെ അടി ഇരിക്കുന്ന ആനക്കൊമ്പ് ഒന്ന് തരുമോ? എന്തിന്? ഇവിടെ ഇരിക്കുന്ന ആനയുടെ കൊമ്പൊന്ന് ഒടിക്കേ, കൊമ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. അതിനത് പശുക്കൊമ്പാ. ആനക്കൊമ്പ് സേഫാ, ഞാൻ ജാമത്തിന് ഇറക്കാൻ വരാവേ. ബൈ. അല്ലേടാ. പിന്നെ ഇവിടെ DGPക്ക് ഭയങ്കര മുടി ഒഴിച്ചില്ല. മയിലെണ്ണയും കൂടെ ഒന്ന് എടുത്തോ കേട്ടോ. പിന്നെ സിംഹവാലം കുരങ്ങിന്റെ വാറ്റും എടുത്തോണ്ടോ, സ്റ്റേഷനിൽ വെച്ചടിക്കാം. അപ്പൊ ജീപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? ടെൻഷൻ. തോക്കൂന്നറിയാലോ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? എടാ, എന്റെ അച്ഛൻ എന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളാന്നറിയോ? ഡോക്ടർ എന്നൊക്കെയാ പറയുന്നത്. ഞാൻ ആരാന്നറിയോ? ആരാ? IAS. ഡോക്ടറിനെ ഒന്ന് നോക്കട്ടെ. എടാ, വിക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും മരുന്ന് നിനക്കറിയോടാ? പോളോ. ഒന്ന് പോടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. അച്ചൂട്ടാ, റിസൾട്ട് വരാറായില്ലേ? അയ്യോ, സൈറ്റില് ഭയങ്കര ബ്ലോക്ക്. സൈറ്റാ? ഞാൻ ഇന്നലെ കയറിയപ്പോ നല്ല സ്പീഡായിരുന്നല്ലേ. അത് വേറെ സൈറ്റാ. അത് നമുക്കും സ്പീഡിൽ വരും. ശരിടാ, നിന്റെ അച്ഛൻ താഴെ വന്ന് ഇരിപ്പോട്ട്. എന്തിന്? ഞാൻ വിളിച്ചു വരുത്തി ഒരുമിച്ച് റിസൾട്ട് നോക്കി അറിയാല്ലേ. ആ മോനെ, പിന്നെ മുന്തിരി ഉള്ള ലഡു വേണോ മുന്തിരി ഇല്ലാത്ത ലഡു വേണോ? മുന്തിരി മാത്രം വാങ്ങിക്കുന്നതായിരിക്കും അച്ഛന് ലാഭം. അപ്പൊ മുന്തിരി ഉള്ള ലഡു വാങ്ങണം. ഓക്കെ. മുന്തിരി ഉള്ള 5 എണ്ണം എടുത്തോ. ഇയാൾക്ക് എന്താ എന്നെ ഇത്ര വിശ്വാസം? ഇയാളെ മോൻ തന്നെയല്ലേ ഞാൻ? അല്ലേലും ഈ തന്തമാർക്കുള്ള വേറെ ഒന്നിനും പൈസ ഇറക്കൂല. പൊട്ടൂന്ന് അറിഞ്ഞാലും പഠിത്തത്തിന് വേണ്ടി പൈസ ഇറക്കും. ഈ സമ്പ്രദായമൊക്കെ മാറ്റണം കേരളത്തിലെ അച്ഛന്മാരൊക്കെ. താഴോട്ട് പോവാ. എന്റെ മോന്റെ A+ ഒന്നില്ല. അത് A+ വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്ക്. എവിടെ വെച്ച്? അരൂരിന്റെ അടുത്ത് വെച്ച്. ഒന്നും മിണ്ടായിരോ, അത് വന്നോളും. അത് മൊത്തം കൂടായിപ്പാ. അല്പസമയത്തിനകം ചങ്ക് തകരാൻ പോകുന്ന 2 മനുഷ്യരാ അത്. അവനെ ഡോക്ടറാക്കാൻ കാരണം പണ്ട് അവൻ ഹോസ്പിറ്റലിൽ പോയ അവൻ എപ്പോഴും ഒരു തരിപ്പ. അത് നേഴ്സുമാരെ കാണുന്നോണ്ടായിരിക്കും. അല്ലെന്ന് ഡോക്ടറാവാൻ. ബ്ലോക്ക് ഇതുവരെ മാറിയില്ലെന്ന് പറഞ്ഞാൽ വന്നല്ലേ ഡോക്ടറും കളക്ടറും ഒക്കെ. കളക്ടറെ, മഴ പെയ്താൽ നമുക്കൊക്കെ ലീവ് വരുമോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഷാർപ്പ്നർ ആയിരുന്നു. എന്റെ കുറെ മായ്ക്കിട്ടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കടിക്കും ഞാൻ ഇങ്ങനെ. അതല്ലടോ, ഞാൻ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഷാർപ്പ്. എത്ര വരെ പഠിച്ച്? 10 ഡിസ്റ്റന്റ് വാങ്ങാത്തോണ്ട് +1 കയറ്റിയില്ല. ഈ വിവരം സ്കൂളുകാർക്ക് അറിയൂ? ഇല്ല. താനോ? ഞാൻ അംഗനവാടി കഞ്ഞി കുടിക്കാത്തോണ്ട് LKG കയറ്റിയില്ല. മോനെ, നമുക്ക് ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണോ അതോ കീം എഴുതണോ? കീം എടുത്തിട്ട് ഞാനത് നീറ്റായിട്ട് എഴുതിക്കോളാം. അങ്ങനെ ഓക്കെ. മോനെ, നീ IPS ആയിട്ട് IAS ആവുന്നു, IAS ആയിട്ട് IPS ആവുന്നു. നേരെ IAS ആവാച്ച. IPS ആയാലേ എന്ന് യൂണിഫോം ഒക്കെ ഇടേണ്ടി വരും. That's my boy. റിസൾട്ട് വന്ന് ഞാൻ പോയി ലഡു വാങ്ങിച്ചോണ്ട് വരാം. ഓടാതറ. ആരുടെ ആദ്യം നോക്കണം? അങ്കിളിന്റെ മോന്റെ ആദ്യം നോക്കാം. അങ്കിളിന്റെ മോന്റെ നോക്കും. എന്താ നിന്റെ നോക്കിയ? അങ്കിളിന്റെ മോന്റെ ആദ്യം നോക്കിയാ മതി. തർക്കം വേണ്ട. എങ്കി പെങ്കി പോങ്കി ഹുസ് ഫാദർ സെഡ് ഓങ്കി ഇങ്ങേരി. ദൈവം രക്ഷിക്കും. കിട്ടി. ഇംഗ്ലീഷിന് D+. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയാച്ചാ. E+. അതാ എനിക്ക് തെറ്റൂല. ബാക്കി എല്ലാം ഈ ഇളിക്കാനല്ല, ഈ തോറ്റ്. തന്റെ മോന്റെ നോക്കണ. വേണ്ടടോ, ഇത്രയേലും പഠിക്കുന്ന തന്റെ മോൻ ഈ ആണെങ്കിൽ ഇവൻ എച്ചും കടന്നു. എന്റെ ഈ വിദ്യാഭ്യാസത്തിന് പറ്റിയ വല്ല കോഴ്സും ഉണ്ടോ? നിന്റെ ഈ വിദ്യാഭ്യാസത്തിന് പറ്റിയൊരു കോഴ്സ് ഉണ്ട്. പറ, ഞാൻ ചെയ്യാം. MI-CAD. പോവാം. ഞാനും പോവാ. ഞങ്ങള് പോവാം. അപ്പൊ രാവിലെ ചന്ദ്രൻ മേശ്ശേരിയുടെ അങ്ങ് പോയാ മതിയേ. അത് മെക്കാഡ് പണിയല്ലേ? അതല്ലേ MI-CAD. പോയാലേ നമുക്ക് പഠിച്ചു കിട്ടുന്ന ജോലി മതി. കിട്ടും.